2025 മിസ്റ്റർ ഒളിമ്പിയ അമേരിക്കയിലെ ലാസ് വേഗാസിൽ വെച്ച് നടന്ന കോമ്പറ്റീഷനിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി ഭാരതത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരു മലയാളി. തീർച്ചയായിട്ടും 3 വട്ടം മിസ്റ്റർ കേരള കിട്ടി, പിന്നെ തീർച്ചയായിട്ടും 3 വട്ടം മിസ്റ്റർ ഇന്ത്യ കിട്ടി, 2 വട്ടം മിസ്റ്റർ വേൾഡ് കിട്ടി. ഓ, വലിയ പുള്ളിയല്ലേ. ഈ കണ്ടീഷൻ എന്ത് ബൈ ബർത്ത് ആണോ? ഞാൻ നടന്നുകൊണ്ടിരുന്നതാണ്. പനി വന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നേരത്തെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എനിക്ക് പോളിയാൻ തോന്നുന്നു സംഭവം. അപ്പോൾ 4 വയസ്സ് വരെ നടക്കുമായിരുന്നു. ഇങ്ങനെ ആയതുകൊണ്ട് നല്ലതായി. അതെ, ചിലപ്പോൾ ഞാൻ ഈ ലെവലിൽ എത്തത്തില്ലായിരുന്നു. 35 ഇയേഴ്സിന് ശേഷം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മെഡൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. പിന്നെന്താ, ഈ ഒരു ചാമ്പ്യൻ്റെ പുറകിൽ ഒരു ലവ് കൂടിയുണ്ട്. നമുക്ക് ആ ലവിനെയും കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ? നിരഞ്ജന, അതെ, എത്ര നാളത്തെ ലവ് ആയിരുന്നു? 1.5 വർഷത്തോളം ഉണ്ട്. 1.5 വർഷം ലവ് ചെയ്ത് കല്യാണം കഴിച്ചു. അത് 21 മുതൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, മാഷിന്റെ ജിമ്മിൽ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ അച്ഛനും ജിമ്മി വരുന്നുണ്ടായിരുന്നു. ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ എനിക്ക് പറയാൻ അങ്ങനെ വീട്ടിൽ ചെന്നപ്പം ആദ്യം കയറിയപ്പോ അച്ഛൻ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ മാഷ വിളിച്ചിട്ടുണ്ട്, ഇനി മരുമോനെ. എങ്ങനെയുണ്ട് ഒരു മസിൽമാനെ പ്രണയിച്ച കാമുകയുടെ? സത്യം പറയാലോ, എനിക്ക് മസിലുള്ളവർ ഇഷ്ടമല്ലായിരുന്നു. സത്യമായിട്ടും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ജിമ്മിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രൈസ് അടിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അത് 35 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്കൊരു മെഡൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് അതിലും വളരെ 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 വലിയൊരു കാര്യമാണ്. 2025 മിസ്റ്റർ ഒളിമ്പിയ അമേരിക്കയിലെ ലാസ് വേഗാസിൽ വെച്ച് നടന്ന കോമ്പറ്റീഷനിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി ഭാരതത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരു മലയാളി. അദ്ദേഹമാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, രാജേഷ് ജോൺ. ഹലോ, വെൽക്കം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളൊരു കോമ്പറ്റീഷനിൽ ഒരു ചെറിയൊരു പ്രൈസ് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്റ്റസി ഫീലാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ വാങ്ങുക, അതും 35 ഇയേഴ്സിന് ശേഷം ആ ഒരു മെഡൽ നമ്മുടെ ഭാരതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഹൈ എത്രത്തോളം ഉണ്ടായിരുന്നു? അതൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുറേ കടമകളുണ്ടായിരുന്നു. അപ്പം ഓരോരോ കോമ്പറ്റീഷൻ ബേസ് പ്രോ കിട്ടി, അത് കഴിഞ്ഞ് പ്രോ ക്വാളിഫയർ, അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് സെലക്റ്റീവ് 10 പേർക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അത് തന്നെ ഒരു പ്രൗഡായിരുന്നു അവിടെ ചെന്നത്. സത്യം. ഞാനിങ്ങനെ പ്രൊഫൈൽ എനിക്ക് അയച്ചു തന്നപ്പോൾ നമുക്ക് ഇങ്ങനെ നോർമലി ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂസ് എടുക്കുമ്പോഴും ഇതുപോലുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നമുക്കൊരു പ്രൗഡാവും. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് അതാ, 35 ഇയേഴ്സിന് ശേഷം ആ ഒരു മെഡൽ നമുക്ക് കൊണ്ടുതരും. നിങ്ങൾ വലിയ സംഭവം. എപ്പോൾ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഒരു ഏരിയ മതി എനിക്കെന്ന് തോന്നിയത്? ഞാൻ +2 കഴിഞ്ഞപ്പം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. +2 കഴിഞ്ഞപ്പം ജിമ്മിൽ ജോയിൻ ചെയ്തു. +2 സമയത്താണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. സുഹൃത്തുക്കളാണ് ജിമ്മിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഫസ്റ്റ് ജിമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ മിസ്റ്റർ പത്തനംതിട്ട കോമ്പറ്റീഷൻ ഫസ്റ്റ് വരുവാണ്. അപ്പം എൻ്റെ ഫ്രണ്ടുണ്ട് അരുൺകുമാർ VC, സെക്രട്ടറിയാണ്. പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്, അതിലേക്കൊന്ന് മത്സരിക്കാമെന്ന്. ആദ്യത്തെ മിസ്റ്റർ പത്തനംതിട്ടയ്ക്ക് ഇറങ്ങി. അപ്പോൾ അതിലിറങ്ങിയപ്പം ആൾക്കാർ നമ്മളോടൊരു പോസിറ്റീവ് റെസ്പോൺസ് കാണുമ്പോൾ നമുക്കൊരു ഇത് ഉണ്ടാവുമല്ലോ, ഹാപ്പി ആവുമല്ലോ. പിന്നെ എനിക്ക് മിസ്റ്റർ കേരളയ്ക്ക് ഇറങ്ങാൻ ചാൻസ് കിട്ടി. അത് അന്ന് സെക്കൻഡായിരുന്നു മിസ്റ്റർ കേരളയ്ക്ക്. പിന്നെ തീർച്ചയായിട്ടും 3 വട്ടം മിസ്റ്റർ കേരള കിട്ടി, പിന്നെ തീർച്ചയായിട്ടും 3 വട്ടം മിസ്റ്റർ ഇന്ത്യ കിട്ടി, 2 വട്ടം മിസ്റ്റർ വേൾഡ് കിട്ടി. ഓ, വലിയ പുള്ളിയല്ലേ. പിന്നെ അർണോ ക്ലാസിക് 2 വട്ടം ഇന്ത്യയിൽ ഇതുവരെ ആർക്കും കിട്ടിയില്ല. അർണോ ക്ലാസിക് അത് 2 വട്ടം ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഒളിമ്പിയയിൽ 2 വട്ടം പോയി. ഫസ്റ്റ് ടൈം 6th ആയിരുന്നു, ഇപ്പോൾ 3rd ആയി. അടുത്ത വട്ടം ഫസ്റ്റ് അടിക്കണം.
ഓ ഇൻഷാല്ലാ അടുത്തോട്ട് ഇതിലും അടിപൊളിയായിട്ട്. താങ്ക് യു. ഇപ്പോൾ ഫ്രണ്ട്സ് ആണ് നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഒരു 12th ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ആമ്പിള്ളേർക്ക് കൂടുതൽ ജിമ്മ് ഫിറ്റ്നസ് ആ ഒരു ഇതിലേക്ക് തിരിയണം എന്നൊരു മോട്ടിവേഷൻ വരുന്നത്. ഫ്രണ്ട്സ് മുഖേന വന്നു, എന്നാലും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനൊരു റീസൺ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷനിൽ പ്രൈസ് വിൻ ചെയ്തതാണോ? സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധാരണ ഈ എന്താ ഈ ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള ആൾക്കാരെല്ലാം ഓൾറെഡി വീട്ടിലിരിക്കുന്ന ഒരു ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വന്നപ്പം എനിക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി. നമുക്ക് മുന്നോട്ട് പോകാനൊരു ധൈര്യമാണ്. നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ആകുമ്പം ഓൾറെഡി നമുക്ക് നമ്മുടെ മനസ്സുകളെ കോൺഫിഡൻസ് കൂടും. അപ്പം പിന്നെ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് എനിക്ക് ഫുൾ കോൺഫിഡൻ്റ് ആണ്. ജിമ്മിൽ വന്ന് ഫിറ്റ്നസ്സിലോട്ട് തിരിഞ്ഞപ്പം തന്നെ ഫുൾ കോൺഫിഡൻ്റ് ആയി. പണ്ടൊരു ഷൈ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും പോകാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നമുക്ക് സഖാവുമ്പോൾ കാണിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പം എനിക്കതൊന്നുമില്ല. ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഒന്നിലും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പം ഇപ്പം നമുക്ക് കയറാൻ പറ്റുന്ന സ്ഥലമാണെങ്കിലും അവർ വാഴ കയറാൻ കുട്ടജാതിയിലൊക്കെ പോയിട്ടുണ്ട്, മേളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ്, കൂട്ടുകാരെല്ലാം കൂടിയാണ് അങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ജേർണിയിൽ കൂടുതൽ ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നത് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആക്ച്വലി കുറെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് മാറാറുണ്ട്. തീർച്ചയായിട്ടും പക്ഷെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. ഓക്കെ, എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പം എത്ര നേരം വർക്ക്ഔട്ട് ചെയ്യും? ഡയറ്റ് ഒക്കെ എങ്ങനെയാ? അങ്ങനെ സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ 6 മീലോളം നമുക്ക് കഴിക്കണം ഒരു ദിവസം. 6 മീല് കഴിക്കണം. അതിനകത്ത് നമുക്ക് എന്താ എണ്ണയും മധുരം ഫുൾ കട്ടാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ആവത്തുള്ളൂ ബോഡി. പിന്നെ ചിക്കൻ ആയാൽ തന്നെ ചിക്കൻ 1 kg ഒരു ദിവസം വേണ്ടി വരും. പിന്നെ എഗ്ഗ്, പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ബോഡിയിലോട്ട്. എല്ലാ മീലിൻ്റെ കൂടെയും പ്രോട്ടീനും കുറച്ച് കാർബ്സും കയറും. അത് പ്രോ ബോഡി ബിൽഡേഴ്സ് ആകുമ്പോൾ അങ്ങനെ ചെയ്യും. അപ്പം ഒരു ദിവസം എത്ര വട്ടം വർക്കൗട്ട് ചെയ്യും? ഇപ്പം രാവിലെ ഈവനിങ് അങ്ങനെയാണോ? ഒരു നേരം ബേസിക്കലി ഒരു നേരം വർക്കൗട്ട് ചെയ്താൽ മതി. ഒരാൾ ഒരു 45 മിനിറ്റ് ദിവസം വർക്കൗട്ട് ചെയ്താൽ. ഡയറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഡയറ്റ്, റെസ്റ്റ്, പിന്നെ വർക്കൗട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതുപോലെയൊക്കെ ചെയ്യുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഇപ്പോൾ കുറച്ച് പേര് എല്ലാവരും മാറ്റി നിർത്തുന്നില്ല. എന്നാലും ചില ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അവർക്കും നമ്മൾക്കും ഒക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ആക്ച്വലി. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞത് കേട്ട് തഴമ്പിച്ചതായിരിക്കും അല്ലേ? അല്ലേ, ഞാൻ ഇപ്പം ഇത് പറയുമ്പോൾ ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ടെന്നൊക്കെ. അല്ല, നമ്മുടെ എന്താ കേരളത്തിൽ ഇത് ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചൊന്നും കുറച്ച് അവയർനെസ് കുറവാണ്. ഇപ്പോൾ കയറി വരുന്നേ ഉള്ളൂ. എനിക്ക് കൂടുതൽ കേരളത്തിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. എന്നാലും കൂടുതൽ തമിഴ്നാട്, അതേപോലെ തന്നെ നോർത്തിലാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. നമ്മളെ ഭയങ്കര സപ്പോർട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നും കേരളത്തിൽ ഈ ബോഡി ബിൽഡിങ്ങിനെ അത്ര അങ്ങോട്ട് പ്രൊമോട്ടായി വരുന്നില്ല. അതിനും വരും, കുറച്ച് കാലം കഴിഞ്ഞ് വരും. എന്നാലും കുറേ പേര് സപ്പോർട്ടുണ്ട്. ഇതിൽ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ സപ്പോർട്ടുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫിറ്റ്നസ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ഫീൽഡിൽ നിൽക്കുന്നവർ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യും. മറ്റത് എല്ലാവരും ഫിറ്റ്നസ് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. എല്ലാവരും. ഓക്കെ, എങ്ങനെ ഇപ്പോൾ ഈ ലാസ് വെഗാസിലെ ആ ഒരു കോമ്പറ്റീഷനിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? ലാസ് വെഗാസിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 12 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകിലാണ്. ഓക്കെ, ഈ ഒരു കോമ്പറ്റീഷന് പോകണം, പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞങ്ങൾ നിരന്തരം ഇങ്ങനെ അവർ ഒളിമ്പിയയിലേക്ക് മെയിൽ അയക്കും. അപ്പോൾ എനിക്കിത് എങ്ങനെ ഇത് പോകുന്ന ട്രാക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ഡയറക്റ്റ് ചെന്നാൽ നമുക്ക് എൻട്രി ആവാൻ പറ്റും വീൽചെയർ ബോഡി കളിക്ക്. അപ്പം ഞാൻ എൻ്റെ ഡയറക്ടർക്ക് എന്നും മെസ്സേജ് അയച്ചിട്ട് പുള്ളി റിപ്ലൈ ഇല്ല. പുള്ളി ഒരുപാട് മെസ്സേജ് ആയിരുന്നില്ല. പിന്നെ മെയിൽ ID കണ്ടുപിടിച്ചിട്ട് മെയിൽ അയക്കാൻ തുടങ്ങി. ഞങ്ങൾ രാത്രി 1 മണി 2 മണിക്കൊക്കെ കൂട്ടുകാരെല്ലാം കൂടിയിരുന്നിട്ട് മെയിൽ അയപ്പാണ്. പുള്ളിക്ക് സത്യം സ്ഥിരം ഒരു 2 മാസത്തോളം പുള്ളിക്ക് മെയിൽ അയച്ചു. പുള്ളി അവസാനം സഖി കേട്ട് എനിക്ക് റിപ്ലൈ വന്നു. എന്തായിരുന്നു റിപ്ലൈ? ഹായ്, എന്നിട്ട് ഇത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഇതേപോലെ തന്നെ പ്രോ കോമ്പറ്റീഷൻ ബേസിക് ലെവലിൽ കയറി വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ എന്നെ ഒരുപാട് പേര് ഡയറക്റ്റ് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഡയറക്റ്റ് പോയി മുട്ടിയത്. ഡയറക്റ്റ് മുട്ടിയപ്പോഴാണ് നമുക്ക് ട്രാക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല ഈ ട്രാക്ക് എങ്ങനെയാണ് ഒളിമ്പിക്ക് പോകണമെന്ന്. ഒളിമ്പിക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രോ കാർഡ് കോമ്പറ്റീഷൻ ഉണ്ട്. പ്രോ കാർഡ് പ്രോ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ പ്രൊഫഷണൽ ബോഡി ബിൽഡറെ ഒരു ഇതായി. ആ പ്രോ കാർഡ് കിട്ടിക്കഴിഞ്ഞവർക്ക്, പ്രോ കിട്ടിയവർക്കെല്ലാം കൂടെ ഒരു മത്സരമുണ്ട്, പ്രോ കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ ഒളിമ്പിക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ.
ഈസി അല്ല അപ്പോ ഒട്ടും. പിന്നെ അർണോൾഡ് ക്ലാസിക്കിൽ നമുക്ക് ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റത്തില്ല. അവർ നമ്മൾ പറ്റില്ല. ഇല്ല, അവർ നമ്മൾ വിളിക്കുകയാണ്. വേൾഡിലെ ടോപ്പ് ബോഡി ബിൽഡേഴ്സിനെ 10 പേരെ മാത്രമേ അവർ വിളിക്കത്തുള്ളൂ. വേൾഡിലെ ടോപ്പ് 10 പേരോ? ആ 10 പേരിൽ ഒരാളാണ്. അയ്യോ, അത് ഭയങ്കര അടിപൊളിയാട്ടാ. എന്നിട്ട് അർണോൾഡിനെ കണ്ട മൊമെന്റ് എങ്ങനെയുണ്ട്? അർണോൾഡിനെ കണ്ട മൊമെന്റ് പറഞ്ഞാൽ നമ്മൾ ആദ്യം അർണോൾഡ് ക്ലാസിക്കിൽ പോകുമ്പം അതൊരു വലിയ ഇവൻ്റാണ്. ആ ഇവൻറ്റിൽ സെലക്ട് ചെയ്യും. 10 പേരെ സെലക്ട് ചെയ്ത് 10 പേരിൽ 5 പേരെ സെലക്ട് ചെയ്തിട്ടാണ് മെയിൻ. ഈ ടോപ്പ് 10 വീണ്ടും 5 പേരെ സെലക്ട് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് മെയിൻ സ്റ്റേജിലോട്ട് നൈറ്റിൽ ഷോ ഉണ്ട്. അന്നേരമാണ് അർണോൾഡ് വരുന്നത്. ആ 5 പേരെ എങ്ങനെയാ സെലക്ട് ചെയ്തേ? ഇതേപോലെ ആ രാവിലെ സെലക്ഷനാണ്. അത് എല്ലാവർക്കും സെലക്ഷൻ ഉണ്ട്. അതിനകത്ത് 5 പേരെ അവർ സെലക്ട് ചെയ്തിട്ട് ബാക്ക് ടു ഈവനിങ് സ്റ്റേ എന്ന് പറയുക. എന്നിട്ട് അപ്പം നമ്മളെ വൈകിട്ട് 5 മണിക്ക് ആ സ്റ്റേജിൽ പോയിട്ട് വീണ്ടും കോമ്പറ്റീഷൻ. അന്നേരമാണ് അർണോൾഡൊക്കെ വരുന്നത് അവിടെ. അപ്പോൾ ഫ്ലെക്സ് ഒക്കെ ചെയ്യും. അതൊക്കെ അർണോൾഡിന്റെ മുന്നിൽ നിന്നാണ്. അർണോൾഡിന് മുന്നിൽ. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് പ്രൈസ് തരുന്ന അർണോൾഡാണ്. അർണോൾഡിനെ കണ്ടു എന്താ പറഞ്ഞപ്പോ? എന്തെങ്കിലും പറഞ്ഞു? പുള്ളി അങ്ങനെ എല്ലാ ക്ലാസ് കാറ്റഗറിയിലും പ്രത്യേകം വരത്തില്ല. ടൈറ്റിൽസിന് മാത്രം കൊടുക്കാനേ പുള്ളിക്ക് വരത്തുള്ളൂ. പുള്ളി വരുമ്പോൾ ഭയങ്കര സെറ്റപ്പായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്താ ബോഡി ഇനിയും കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം, നല്ല ബോഡിയാണ് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ. സെക്കൻഡ് ടൈം കണ്ടപ്പോൾ പിന്നെ പുള്ളി ഭയങ്കര കുറച്ചും കൂടെ നമ്മളായിട്ട് കമ്പനിയായി. അതിനുശേഷം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു? നാട്ടിലെത്തിയും സോഷ്യൽ മീഡിയയിലൊക്കെ അവസാനം നോർത്തിൽ ഞാൻ പറയില്ലേ, കേരളത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ നമ്മളെ പിക്ക് ചെയ്യാനൊക്കെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു എന്താ, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. പുറത്തൊരാൾ നോക്കുമ്പം ആൾക്കാർ വരുന്നില്ല, നമ്മളെ സ്വീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫായിട്ടുള്ള സന്തോഷമാണ്. ഞാൻ പിന്നെ ഹാപ്പിയാണ്. അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നില്ലേ, അതായത് പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇതേപോലെ പറ്റിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? എന്തൊക്കെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ഇങ്ങനത്തെ പല കോമ്പറ്റീഷൻസിന് ഇറങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് പറ്റിക്കപ്പെടാതിരിക്കാൻ? ഡയറക്റ്റ് അവരുടെ മെയിൽ വഴി കോണ്ടാക്ട് ചെയ്യുക. അവർ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരാളുടെ ത്രൂ ഏജൻസീസ് ഒക്കെ ഒരുപാടില്ലേ, അതൊരു പറ്റത്തില്ല. അങ്ങനെ സംഭവം ഇല്ല. ഇനി എന്താ നെക്സ്റ്റ്, ഇതിന്റെ നെക്സ്റ്റ് ലെവൽ എന്താ? ഒളിമ്പ്യാഡ് ലാസ്റ്റ് ഒളിമ്പ്യ ടൈറ്റിൽ വിൻ ചെയ്യണം. ഓക്കെ, അത് ഇനി ഈ വരുന്ന കമ്മിങ് കോമ്പറ്റീഷൻസിലാണ്. 2026. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കലി ഡയറ്റാണ്. ഡയറ്റിലാണ് മെയിൻ കാര്യം. വലിയ ഹാർഡ് വർക്കൗട്ടൊന്നും ഓരോ ട്രെയിനർമാരുടെ ഇതാണ്. നമ്മൾ എപ്പോഴും ഒരു നല്ല ട്രെയിനറുടെ കീഴിൽ സത്യം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതെ. ചില ട്രെയിനർമാർ നമ്മളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യും, ഒരു കാര്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അരമണിക്കൂർ വർക്കൗട്ട് ചെയ്തത്, ബാക്കി എല്ലാം ഡയറ്റാണ്. ഡയറ്റ് ഇല്ലെങ്കിൽ പോയി. പുള്ളി പറഞ്ഞേക്കുന്നത് അരമണിക്കൂർ വർക്കൗട്ട്. പുള്ളി രാജേഷ് എന്നാ പേര്. പുള്ളി ദുബായിലാണ്, രാജേഷ് ബോഡി ക്രാഫ്റ്റ്. പുള്ളി പ്രൊഫഷണൽ കോച്ചാണ്, ദുബായിലുള്ളതാണ്. പുള്ളി ട്രിവാൻഡ്രത്തെ വീട്, ദുബായിൽ ജിമ്മിൽ നിൽക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച്, അതായത് അവർക്ക് ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, കുറേ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അത് ചില സമയങ്ങളിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട് കുറേ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും ലൈഫിൽ. അങ്ങനെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ വിഷമിച്ച അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ ഇത്രയും നല്ലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ ഒരു സമയത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ആളുകളോട് എന്താ ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ എൻ്റെ സക്സസ് ആണ് നിങ്ങൾക്കുള്ള മറുപടി? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാലേ ഓരോരുത്തരും നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്നെ ഒരാൾ കൊണ്ടുപോകാൻ പറ്റിച്ചു. പക്ഷെ അയാൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഈ ട്രാക്ക് കണ്ടെത്താൻ പറ്റിയത്. അതെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാൾ വരണം, എങ്കിലേ നമുക്ക് ആ ഒരു നേർവരയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് ശരിയാ, അങ്ങനെ ആൾക്കാർ വേണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റേ പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്തേനെ. അതെ, ഡിപ്പെൻഡ് ചെയ്തേ. അതെ. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, എൻ്റെ ബേസിക്കലി നമ്മൾ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. സക്സസ് ആകത്തില്ല, ഒരിക്കലും സക്സസ് ആകത്തില്ല. അതെൻ്റെ ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് ടൈം ഞാൻ പോകാൻ വേണ്ടിയൊക്കെ ഒരു വേറൊരു വലിയ പ്രൊഫഷണൽ ബോഡി ബിൽഡറെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു നിങ്ങൾക്കൊന്നും മത്സരിക്കാൻ പറ്റത്തില്ല, അവിടെ വരെ എത്താച്ചേരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ എൻ്റെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് പുള്ളിയുടെ എത്ര ആവണം അങ്ങനെ. പക്ഷെ അപ്പോൾ നമ്മൾ പുള്ളിയെ ഫോക്കസ് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതുപോലെ ആവണം എന്നുള്ളൊരു സാധനം വരും. പക്ഷെ അതൊരിക്കലും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വേറൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ബെറ്റർ ആവണം. നമ്മൾ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ അയാളെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ അയാളെ നോക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അയാളെ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോ അങ്ങനെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് ഇരിക്കണം. ഇനി അടുത്ത വർഷം ഇതിലും ബെറ്റർ ആയിട്ട് വരണം. ഓക്കെ, എന്താണ് ആ ഒരു സമയത്ത് ഇപ്പം നമ്മൾ എന്തായാലും ഇത്ര സമയം സംസാരിച്ചല്ലോ. അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും കുറച്ച് പണിയൊക്കെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ടാസ്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനതിങ്ങനെ നറുക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ തരും. അപ്പോൾ അതെടുത്തിട്ട് അതിലെന്താണ് എഴുതിയേക്കുന്നത് അത് ജസ്റ്റ് ഇവിടെ വർക്കൗട്ട് ചെയ്താൽ മതി. ഈസി വർക്കൗട്ട്സാ. ഓക്കെ. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് പോവാം. ഞാനിതിൽ കുറച്ച് വർക്കൗട്ട്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക, അത് ചെയ്യാം. എത്ര ഐശ്വര്യമായിട്ട് ഫസ്റ്റ് എത്ര? ഡംബൽ കാൾ ഞാനും എടുക്കും. 2.5 കിലോ, 5 കിലോ. ഓക്കെ, അടുത്തെടുക്കാം. നെക്സ്റ്റ് തീരുമ്പോൾ പണി തരാൻ സീറ്റഡ് ചെസ്റ്റ് പ്രസ്. കറക്റ്റ്. ആക്ച്വലി ബ്രീത്ത് കൺട്രോൾ ആണ് മെയിൻ അല്ലേ? ഓക്കെ ഓക്കെ, നല്ല ക്ഷീണം കാണും. നമുക്ക് ആ ചൂടോടുകൂടി അടുത്തെടുക്കാം. പക്ഷെ ആക്ച്വലി പ്രോപ്പർ റെസ്റ്റ് എടുക്കണം അല്ലേ? ഓരോ റെപ്പ് കഴിയുമ്പോഴും ഓരോ ഇത് കഴിയുമ്പോൾ 20 seconds റെസ്റ്റ് കൊടുത്താൽ മതി. നമ്മൾ 20 seconds കൊടുത്തായിരുന്നു കേട്ടോ. ലാറ്റ് പുൾ ഡൗൺ. ഓക്കെ, ഇനി ലാറ്റ് പുൾ ഡൗണിലേക്ക് പോവാം. ഓക്കെ, 4 അല്ലേ? ഓക്കെ. 5 6 7 8 9 10. ഓക്കെ, ലാസ്റ്റ് വൺ. ഓക്കെ, ഞാൻ തരാം. പെഗ് ഫ്ലൈ. ഓക്കെ, സ്റ്റാർട്ട്. 1 സൂരജ പോസ്റ്റ് കറക്റ്റ് ആണോ? 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, അപ്പം നമ്മൾ ടാസ്കുകൾ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ ചേട്ടന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഇൻ്റർവ്യൂവിലേക്ക് പോകാം. തീർച്ചയായും. ഓക്കെ, ഞാൻ ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഇത്രയും സമയം 35 ഇയേഴ്സിന് ശേഷം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മെഡൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ആ മെഡൽ ഞാൻ കണ്ടു, പക്ഷെ എന്നാലും നമ്മുടെ വ്യൂവേഴ്സിനത് കാണണം. ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടോ? പക്ഷെ എന്താ, ഞാൻ അവിടെ ഇരിക്കുന്നതാണ്, ഞാൻ എടുത്തു നോക്കി, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് അതൊന്ന് കാണാം. പിന്നെന്താ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വാങ്ങിയ ഒളിമ്പിയ 2025 തേർഡ് അല്ലേ? ബ്രോൺസ്. ഓക്കെ, ഞാൻ ആക്ച്വലി തൊട്ടു. എന്നാലും നമുക്കിതൊക്കെ തൊടാനേ പറ്റുള്ളൂ ഗൈസ്. നമുക്കിതൊക്കെ തൊടാനേ പറ്റുള്ളൂ. പക്ഷെ കൊള്ളാം കേട്ടോ. എനിക്കും കിട്ടിയിട്ടുണ്ട് മെഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ. അത് വലിയ കാര്യമല്ലേ? അതെ, കണ്ടോ? നമ്മൾ ആ വേദിയിൽ വെച്ച് എന്ത് കിട്ടുന്നത് അത് നമ്മുടെ ലൈഫിൽ ഒരു ചെറിയൊരു നമ്മളുടെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ മത്സരിച്ചിട്ട് കിട്ടുന്ന ഒരു കുഞ്ഞു ഗ്ലാസ്. പണ്ട് ഗ്ലാസ് ഒക്കെ കിട്ടും സ്കൂളിൽ പഠിക്കുമ്പോൾ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കൊള്ളാം. അപ്പോൾ അടുത്ത വട്ടം ഫസ്റ്റ് അടിച്ചിട്ട് ഗോൾഡ് മെഡലായിട്ട് വരട്ടെ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ ഓഫ് ദി ക്യാമറ സംസാരിച്ചല്ലോ, കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഈ ഒരു ഫീൽഡിലേക്ക് വരണം, അല്ലെങ്കിൽ എനിക്കും അതുപോലെ ചെയ്യണം, എനിക്കും ജിമ്മിൽ പോകണം, എനിക്കും ബോഡി സെറ്റ് ആക്കണം, എനിക്കും കോമ്പറ്റീഷൻ ഇറങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ
അവരെന്ത് പറയും ഇവരെന്ത് പറയും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സ്വയം പറ്റുമോ എന്ന് സെൽഫ് ഡൗട്ടുള്ള കുറേ പേര് ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണും. അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ ബേസിക്കലി നമ്മൾ ജിമ്മിലിരിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ വരും. തോനെ പേരോട് വന്ന് പേഴ്സണലായിട്ട് ഞാൻ കൂടുതൽ ട്രെയിനേഴ്സ് നോക്കും. ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്ന് പേഴ്സണലായിട്ട് സംസാരിക്കും. പേഴ്സണൽ സംസാരിക്കുമ്പോൾ എല്ലാവരും വന്ന് പറയുന്നത് കുറേ പേർക്ക് വിഷമം എന്ന് പറഞ്ഞാൽ മുടി കൊഴിയുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് വെയിറ്റ് കൂടുന്നുണ്ട്. അവർ ഇങ്ങനെയുള്ള സിമ്പിൾ പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യമുള്ളൂ, എനിക്കാണെങ്കിൽ നിങ്ങളത്ര പോലും എങ്ങും പോകാൻ പറ്റുന്നില്ല. ഒന്നും നിങ്ങളുടെ പകുതി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു ലെവലിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യത്തിന് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിലല്ലേ? ചിലർക്ക് ഭയങ്കര വിഷമം, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ എനിക്ക് മുടി കൊഴിയുന്നുണ്ട്, എന്ത് ചെയ്യും, താനുണ്ടാകും, അതൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നല്ലൊരു ട്രെയിനർ എടുത്ത് പോകും. ട്രെയിനറാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ഒരേ ഒരു ഇത് വെച്ചാണ് പറയുന്നത്, ഓൺലൈൻ നമ്മളെ നേരിട്ട് കാണുന്നില്ല. ശരിക്കും പറഞ്ഞു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നേരിട്ട് കാണുന്നില്ല. കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് 5 മിനിറ്റ് സംസാരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ജിമ്മിലെ ട്രെയിനറോട് നിങ്ങൾ ത്രൂ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരണം, അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് മനസ്സിലാവും, നമ്മുടെ പൊസിഷൻസ് അവർക്ക് മനസ്സിലാവും, പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയൊരു നമ്മൾ ഈ ഓൺലൈൻ ട്രെയിനിങ്ങിന് കുറ്റം പറയല്ല, ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു ഞാൻ കുറച്ച് പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്, എന്താ ആക്ച്വലി കണ്ടീഷൻ ഇപ്പം ഹെൽത്ത് ഈ കണ്ടീഷൻ എന്ത് ബൈ ബർത്ത് ആണോ? ഈ കാൻ സംഭവിച്ചത് അത് 4 വയസ്സിൽ പോളിയോ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അങ്ങനെ പറയുന്നു, നരമ്പ് മാറി കുത്തുന്നതാണോ. ഞാൻ നടന്നുകൊണ്ടിരുന്നതാണ്. പനി വന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് നേരത്തെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എനിക്ക് പോളിയാന്ന് തോന്നുന്നു സംഭവമാണ്. അപ്പം അങ്ങനെ 4 വയസ്സ് വരെ നടക്കുമായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ആയത് എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നല്ലതായി. അതെ, ചിലപ്പോൾ ഞാൻ ഈ ലെവലിൽ എത്തത്തില്ലായിരുന്നു. ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനും എന്തായാലും ഉറപ്പായിട്ടും അപ്പുറത്തൊരു ബെറ്റർ കണ്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചേട്ടനിട്ടൊരു പോസ്റ്റിൻ്റെ ഒരു കോട്ട് കണ്ടു. അതായത് ബിഹൈൻഡ് എവറി ചാമ്പ്യൻ ദർ ഇസ് എ ലവ് ഫോർ, അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പം ഈ ഒരു ചാമ്പ്യൻ്റെ പുറകിൽ ഒരു ലവ് കൂടിയുണ്ട്. നമുക്ക് ആ ലവിനെയും കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ? റീസെൻ്റ്ലി മാരീഡ് ആണ്, ന്യൂലി കപ്പിൾസ് ഇൻ ടൗൺ. വിളിക്കേ സ്നേഹത്തോടെ. അങ്ങനെ ഈ ചാമ്പ്യൻ്റെ പുറകിലുള്ള ആ ഒരു ലവ്, അതാണ് ഇവിടെ ഇരിക്കുന്നത്. നിരഞ്ജന. എന്താ സ്നേഹത്തോടെ എന്താ വിളിക്കുക? അഞ്ജു. ആക്ച്വലി നിരഞ്ജനയ്ക്ക് പനിയാണ്, നമ്മൾ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ലവ് മാരേജ് ആണെന്ന് പറഞ്ഞു. എത്ര നാളത്തെ ലവ് ആയിരുന്നു? 1.5 വർഷത്തോളം ഉണ്ട്. 1.5 വർഷം ലവ് ചെയ്ത് കല്യാണം കഴിച്ചു. മുന്നേ അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. നമുക്ക് ആ കഥയിലേക്ക് വർഷങ്ങൾ പുറകിലേക്ക് പോവാം. ഞങ്ങളുടെ വീടിന്റെ 1 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്, കാണുന്നുണ്ട്, നല്ല പരിചയമുണ്ട്, വീട്ടുകാരൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾ ലവ് ട്രാക്കിലേക്ക് എത്തിയത് അത് 21 മുതൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, മാഷിന്റെ ജിമ്മിൽ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ എല്ലാരും അങ്ങനെ വിളിക്കാം, നാട്ടില് മൊത്തം പേര് അങ്ങനെ വിളിക്കണം. പേര് വിളിക്കാൻ പറ്റത്തില്ല. ഓ, റെസ്പെക്ട് ഉണ്ട്. ഞാൻ കുറെ കപ്പിൾസിന്റെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. മാഷ് എന്ന് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട്, ഞാൻ ഇന്ന് ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. മാഷ് ഒന്ന് വരൂ. എന്നിട്ട് മാഷിന്റെ ജിമ്മിൽ പോയി. 21 മുതലേ പോകുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ടാണ് കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത്. അത് മാഷ് വർക്കൗട്ട് വരും, അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന കഷ്ടപ്പെടുത്തുമായിരുന്നു. പക്ഷെ അങ്ങനല്ല, അത് ചെയ്ത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് എന്നെക്കാളും പേടിയായിരുന്നു പറഞ്ഞത്. ആദ്യം എനിക്ക് പേടിയായിരുന്നു,
അത്രയും മസിലുള്ളവരോട് സംസാരിച്ചിട്ട് പരിചയമില്ല. ആക്ച്വലി അത് കറക്റ്റാ, ഗേൾസിന് കുറ്റം പറയാൻ പറ്റില്ല അല്ലേ? കുറച്ച് ഭയങ്കര വലിയ മസിലും ബോഡിയെ കാണുമ്പോൾ നമുക്കൊരു പേടിയാവും. അത് കാണുമ്പോഴും ഇങ്ങനെ പണ്ടിട്ടാ. ഞാൻ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ നോക്കും, ഇങ്ങനെ സൂക്ഷിച്ചായിരിക്കും നോക്കുന്നത്. മാഷിന്റെ കാറ് വരുമ്പോഴേ അവിടെ ഇരിക്കുന്ന എല്ലാരും ഡമ്പൽ എടുത്തോണ്ട് ഓടുക, എല്ലാരും സൈലൻസ് ആയിരിക്കും. പിന്നെ മാഷിന് അത്രയ്ക്ക് പേടിയാണ് എല്ലാവർക്കും. ടെററായിരുന്നു. ടെറർ അങ്ങനൊന്നുമില്ല, സംസാരിക്കുമ്പോ പാവമാണ്, പക്ഷെ കാണുമ്പോ ഭയങ്കര ജാട ടീംസ് പോലെ തോന്നും. കാണുന്നേ ഉള്ളൂ, പിഞ്ച് ഹൃദയമാണ്. പിഞ്ച് ഹൃദയമാണ്. എന്നിട്ട് ആദ്യം ആരാ പ്രപ്പോസ് ചെയ്ത്? ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പ്രപ്പോസലേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആ ഒരു ഞങ്ങൾ കപ്പിളായിട്ട് ആക്ട് ചെയ്തു. എന്നിട്ട് അങ്ങനെ പോലെ തന്നെയായിരുന്നു, കപ്പിൾസ് ആണെന്നുള്ള രീതിയിലാണ്. പക്ഷെ പ്രപ്പോസൽ ഒന്നുമില്ല, ജസ്റ്റ് മാരേജിന്റെ ടൈം എന്നാ വീട്ടിൽ പറയാം എന്നുള്ള രീതിയിൽ വീട്ടിൽ പറഞ്ഞു, അങ്ങനെയാണ്. അല്ലാതെ പ്രപ്പോസലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ കാര്യം വീട്ടിൽ സംസാരിക്കാം, കല്യാണം കഴിക്കാം. വീട്ടിൽ സംസാരിക്കാൻ പറഞ്ഞു. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് കല്യാണം കഴിക്കാം, അല്ലാതെ വേറെ ഒന്നും വേണ്ട. അജുവും പറഞ്ഞു നമുക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആദ്യം ആരുടെ വീട്ടിൽ പറഞ്ഞു? ആദ്യം എന്റെ വീട്ടിലാണ് പറഞ്ഞു. വീട്ടിലെങ്ങനെയായിരുന്നു? സമ്മതിച്ചു ലവ് മാരേജ് ഒക്കെ? ആദ്യം കുറച്ച് എതിർത്തു. നീ എല്ലാം ആലോചിച്ചിട്ടാണോ, അവർക്കൊരു തോട്ട് വരുമല്ലോ, നീ എല്ലാം ആലോചിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞാണ്. മാഷിൻ്റെ കൂടോടൊപ്പം ഏറ്റവും കൂടുതൽ സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയണേ, നല്ല കെയറിങ് ആണ്, അത്യാവശ്യം വാക്കോട്ടല്ലോ കെയർ ആയിട്ട്. അപ്പം എനിക്കെന്താണോ എന്താ വേണ്ടത്, ലൈഫ് പാർട്ട്ണറിൽ നിന്ന് വേണ്ടുന്നത് ഉള്ളത്, അത് അതേപോലെയാണ് മാഷ്. അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആയി വീട്ടില്? ആദ്യം കുറച്ച് പാടായിരുന്നു. അമ്മയൊക്കെ പറയും അച്ഛൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ്. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ എന്നാ രാജേഷിനോട് വരാൻ പറയൂ. ഞാൻ എന്നെ വിളിച്ചു, പുള്ളിയുടെ അച്ഛനും ജിമ്മി വരുന്നുണ്ടായിരുന്നു. ഞങ്ങളോട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ എനിക്ക് പറയാൻ എന്ത് ചെയ്യും, പറഞ്ഞാലും മോശമാവോ? ഞാൻ പറഞ്ഞു നീ തന്നെ പറ. പുള്ളിക്കാരൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അമ്മയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോവാ. ഞാൻ പറയേ രാത്രി 10 മണിയായപ്പോ ഞങ്ങള് പോയി. രാത്രിയല്ലേ നമ്മൾ വന്ന് ഫസ്റ്റ് ദിവസം 8-9 മണി അയച്ചു വന്നപ്പോ ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു വീട്ടുകാർ. അച്ഛൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അച്ഛൻ പാവമാണ്. ഞാൻ പറയേണ്ട ഒരു താമസം, എനിക്ക് പേടിയായിരുന്നു എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞാ എന്നാ കൂട്ടിട്ടോ രാജേഷിന്റെ അടുത്ത് വരാൻ പറ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഷോക്കായിപ്പോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നിട്ട് വീട്ടില് ഭയങ്കര ഞാൻ വിചാരിച്ച് അടി ഇടി ബഹളം കരച്ചില് എല്ലാം ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വീട്ടിൽ ചെന്നപ്പം ആദ്യം കയറിയപ്പോ അച്ഛൻ പറഞ്ഞു ഇത്രയും കാലം ഞാൻ മാഷ വിളിച്ചിട്ടുണ്ട്, ഇനി മരുമോനെ വിളിക്കണമല്ലോ. അത് ശരിയല്ലേ? ഞാൻ പറയുമ്പോ ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ എങ്ങനെയുണ്ട് ഒരു മസിൽമാനെ പ്രണയിച്ച കാമുകയുടെ? സത്യം പറയാലോ, എനിക്ക് മസിലുള്ളവരെ ഇഷ്ടമല്ലായിരുന്നു. സത്യമായിട്ടും എനിക്ക് പേടിയെ വരെ. എനിക്ക് മസിലുള്ള ഇഷ്ടമല്ല, എനിക്ക് നല്ല ചബ്ബിയായിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. ഞാനങ്ങനെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് മസിൽ ഭയങ്കര കട്ടിയുള്ള മസിലൊക്കെയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു ബോഡിയിലോ ഇതിലൊന്നല്ല കാര്യം, സ്വഭാവത്തിലും. അതെ, നമ്മൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന്, അതാണ്. ഇപ്പം നമ്മൾ വൈഫിൻ്റെ സപ്പോർട്ടും പാർട്ട്ണറിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. 4 വയസ്സിലിപ്പോൾ പനി വന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ടൈമിൽ കൂടെ ഉണ്ടാവുന്നത് ഫാമിലി മെമ്പേഴ്സാണ്. പിന്നെ സ്റ്റിൽ ത്രൂ ഔട്ട് ദ ജേർണി ആണെങ്കിലും അവരുടെ ഒരു പ്രസൻസ് എങ്ങനെയായിരുന്നു, അവരുടെ ഒരു സപ്പോർട്ട്? അത് പറയുമ്പോൾ തന്നെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. തളരരുത് രാമൻകുട്ടി. ഒരാൾ കരയും, ഭർത്താവ് കരയുമെന്ന് ചിരിക്കുന്ന സൈക്കോ ഭാര്യ. അല്ല എന്താ പറയുന്നില്ല, ഭയങ്കര സപ്പോർട്ടാണ്. അഞ്ചറിയാം ഞാൻ എന്താ പറയുന്നത്, രാത്രിയിലൊക്കെ വരുന്ന സമയത്തേ നമ്മൾ ജിമ്മടുത്ത് രാത്രിയിലല്ലേ വരുന്നത്. അപ്പോൾ അമ്മ എന്താ ഉറങ്ങാതെ വെയിറ്റ് ചെയ്ത് വയ്യ.
അയ്യേ കരയരുത്. മമ്മി അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളതാണ്. മാഷ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. അപ്പം എന്താ പറയണേ, മമ്മിക്ക് അങ്ങനെ വയ്യെങ്കിൽ പോലും മമ്മി ഇങ്ങനെ മാഷിന് വേണ്ടിയിട്ട് എപ്പോഴും ഫുഡൊക്കെ വെച്ച് കൊടുക്കാന്ന് വെച്ചാലേ 2 ടൈപ്പ്, അതായത് മാഷിന് മറ്റേ ബസ്മതി റൈസ് ആണ്. അപ്പം 2 ഫുഡ് വെക്കണം, അങ്ങനത്തെയൊക്കെ ഇതായിരുന്നു. ടാസ്ക് ആയിരുന്നു മമ്മിക്ക്. അല്ല, ആക്ച്വലി അമ്മമാരങ്ങനെയാ. നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മളെ വിട്ടു പോവാത്തത് ഫാമിലി ആയിരിക്കും, പ്രത്യേകിച്ച് അമ്മമാർ. അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി ഉണ്ടാവും. എന്നാ അമ്മ ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കാൻ നീ പോയി കല്യാണം കഴിക്കണം. നമ്മൾ മറ്റേ ധർമ്മജൻ ഒരു സിനിമയിൽ പറയില്ലേ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിട്ടു പോവാത്ത ഒരാളുണ്ടെങ്കിൽ അത് അമ്മയായിരിക്കും. അങ്ങനെ പറയുമ്പോ എനിക്ക് വിഷമം. അല്ല, കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഞാൻ ചില സമയത്ത് രാത്രിയിലൊക്കെ ചെല്ലുമ്പോഴേ അമ്മയ്ക്ക് വയ്യ, ദേഹത്ത് മൊത്തം തൈലൊക്കെ തേച്ചിട്ട് കിടക്കുക. ഞാൻ വരുമ്പോൾ എണ്ണിച്ചു വരും, എണ്ണിച്ചു കൊണ്ട് ഫുഡ് ഉണ്ടാക്കി തരും. കഴിച്ചോളാം കഴിച്ചോളാം കഴിച്ചോളാം. അതിപ്പോഴും അതേപോലെയാ. കല്യാണം കഴിഞ്ഞിട്ടും വിളിക്കും, കഴിച്ചോ നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. നല്ല സ്നേഹമാണ്. അയ്യോടോ, നമ്മൾ എത്ര വളർന്നാലും അവർക്ക് നമ്മൾ പിള്ളേരെ പോലെ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നവരുടെ ഞാൻ ഇന്നും കൂടെ രാവിലെ വഴക്കുണ്ടാക്കിട്ട് വന്നേ. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന നമ്മളെ അമ്മമാർക്ക്. പക്ഷെ തിരിച്ചെത്തുമ്പോ അതൊക്കെ മറന്നിട്ട് അവരോട് വെയിറ്റ് ചെയ്തിരിക്കും. അത് മറക്കും. മറക്കും. ഞാൻ ചില സമയത്ത് അമ്മ എങ്ങനെ എനിക്ക് എന്നോട് മിണ്ടാൻ സാധിക്കും. നമ്മൾ വർക്ക് ഈ കോമ്പറ്റീഷൻ ടൈമിലൊക്കെ നമ്മൾ ഭയങ്കര ദേഷ്യമൊക്കെ വരും ചില സമയത്ത്. നമുക്ക് ഫുഡ് ഡയറ്റ് തെറ്റുന്ന സമയത്ത് അമ്മ ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിരുന്നിനൊക്കെ പോകുമ്പോഴേ എന്നാലും ഉണ്ടാക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ പറയാം അമ്മ എവിടെ പോയതാ ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉടക്കം അപ്പോൾ ഭയങ്കര ഉടക്കം ഉണ്ടായാലും എല്ലാം ഡ്രസ്സൊക്കെ മാറ്റൊന്ന് ചോറ് ഫുഡ് എടുത്ത് വെച്ച് കഴിച്ചിട്ട് അതങ്ങ് മാർക്ക് വരും. അത് ഭയങ്കര സപ്പോർട്ടാണ്. സത്യം, അമ്മയുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ ആദ്യത്തെ മിസ്റ്റർ വേൾഡിന് പോകുന്ന സമയത്ത് പപ്പയ്ക്ക് വയ്യാടൊക്കെയായിരുന്നു, ട്യൂമറായിരുന്നു. അപ്പം ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഒരു 1 വീക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മത്സരത്തിന് പോകണം. അന്ന് അയർലൻഡ് വെച്ചായിരുന്നു കോമ്പറ്റീഷൻ. അപ്പോൾ വിസ എല്ലാം വന്ന് ടിക്കറ്റെല്ലാം എടുത്ത സമയം. പിന്നെ അമ്മ എടുത്ത അമ്മ ഇങ്ങനെ അപ്പോൾ വയ്യാടൊക്കെ അല്ലേ ഫസ്റ്റ് മിസ്റ്റർ വേൾഡാണ്. അപ്പം അമ്മ പറഞ്ഞു ഇവിടെ ലൈഫിൽ ഒരാൾക്ക് ഒരു ചാൻസ് ഒരിക്കലേ കിട്ടത്തുള്ളൂ ഇങ്ങനെ പോകാനൊക്കെ. പ്രായമായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വയ്യാതാവും, അസുഖമാവും, ചിലപ്പോൾ മരിച്ചു പോയെന്നിരിക്കും. പക്ഷേ നിനക്ക് ഈ കിട്ടുന്ന ചാൻസ് നീ കളയരുത്, നീ പോയി മത്സരിച്ചിട്ട് വാ. സത്യം. ഇന്നത്തെ എൻ്റെ കയ്യിൽ എന്തോ നാടിനെ കണ്ട് വിറ്റ പൈസ കേട്ടായിരുന്നു. സത്യം, പൈസ തന്നെ പറഞ്ഞ് പോയിട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പോയിട്ട് വന്ന് 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു. ആ ഒരു അനുഗ്രഹം എന്നും ലൈഫിലുണ്ടാവും. തീർച്ചയായിട്ടും. ഇമോഷണലായി പോയി ഞാനും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും. കാരണം നമ്മുടെ നാടിന് അത്രയും വലിയൊരു അഭിമാനം ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഇങ്ങനെ ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ സാധിച്ചതിൽ. ആൻഡ് ഇപ്പോൾ ബ്രോൺസ് കിട്ടിയെങ്കിലും നെക്സ്റ്റ് ഇയറിൽ അതൊരു ഗോൾഡ് ഫസ്റ്റ് ആ ഒരു സ്റ്റേജിലേക്ക് വരട്ടെ. എല്ലാവിധ ആശംസകളും. ഇനിയും നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഒക്കെ അഭിമാനമായിട്ട് നിലനിൽക്കാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.